ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചേനു കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടിയില്ലേനും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം അരിച്ചുട്ട പത്തിരിയേനും അതും ചിക്കൻ കറിയേനും ഞാൻ കഴിച്ചത്. പിന്നെ വെള്ളപ്പവും ഉണ്ടേനും. ചായക്ക് പകരം വെള്ളേനു കേട്ടോ കുടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അടിച്ചു വരാം അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് കുളിച്ചു ഫ്രഷായി. അങ്ങനെ പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഓംലേറ്റ് ഉമ്മ പറഞ്ഞ ഓംലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഉള്ളി, തക്കാളി, പച്ചമുളക്, നമ്മൾ സാധാരണ ഓംലേറ്റിലിടുന്ന സാധനങ്ങൾ. ഞാൻ വേറെ മസാലകളൊന്നും ആഡ് ചെയ്തില്ല. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ഒക്കെ ഇടിക്കുന്നു. പക്ഷേ ഇത് ഞാൻ നോർമലായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. എനിക്കിവിടെ അമ്മ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടിയാണ് തന്നതെങ്കിൽ എൻ്റെ അനിയത്തിക്ക് അവിടെ തൈരും പിന്നെ കക്കിരും വെച്ചിട്ടുള്ള ആ ഒരു സാലഡ് ഉണ്ടല്ലോ, ആ സംഭവം ഉണ്ടാക്കാൻ ഇനൂക്ക് കൊടുത്ത പണി. അങ്ങനെ എൻ്റെ ഓംലെറ്റും റെഡി, ഓള് ആ ഒരു കക്കിരി സാലഡും റെഡി ആയിട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ എന്തേനു ലഞ്ച് സ്പെഷ്യൽ നോക്കിയാലോ. സാമ്പാർ ഉണ്ടേനു, പിന്നെ കേബേജ് ഉപ്പേരി ഉണ്ടേനു, പിന്നെ ഉണക്കൽ ഉണ്ടേനു, പപ്പടം ഉണ്ടേനു, ഓംലെറ്റ് ഉണ്ടേനു, പിന്നെ ഈ തൈര് സാലഡും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഊണ് അങ്ങോട്ട് കഴിച്ച ഗൈസ്. സൂപ്പറായി ഗൈസ്. സാമ്പാറാണെങ്കിലും ഒക്കെ അടിപൊളിയേനു. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു സിറ്റ് കോമും കണ്ടിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അലിയൻസ് എന്ന് പറയുന്നൊരു നല്ല അടിപൊളി കോമഡി ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് കണ്ടിട്ടേന് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഉമ്മയും ഞാനും അനിയത്തിയൊക്കെ ഗൈസ്. അപ്പം നമ്മളില്ലേ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മളെ മാറ്റൽ വേഗം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാനും ജനീത്ത് വിചാരിച്ചൊരു ഫിച്ചൊക്കെ ചെയ്യണം. അങ്ങനെ ഫിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഉമ്മ മാറ്റുന്നതിനുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ അതിന് നമ്മൾ ഈ പരിപാടികളൊക്കെ. ഫിച്ചൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. പക്ഷേ ഔട്ട്ഫിറ്റ് നമ്മൾ കാണിക്കാൻ പോവാണ് ഗൈസ്. അവിടെ പിടിക്കാൻ ഭയങ്കര മടിയാണ്. മടിയില്ലാത്ത ആള് പിടിച്ചോ. ഉറവ കണ്ടോ ഗൈസ്. ഈ ഒരു പ്ലാവുള്ള ഈ ഒരു മതിൽമേൽ ഗൈസ് പെരുമ്പാമ്പുണ്ടേനു ഗൈസ്. ഇവിടെ പെരുമ്പാമ്പുണ്ടേനു ഗൈസ് കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം. ഈ ഭാഗത്തേനു കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വലിയ റെയിൽ കടന്നിട്ടാണ് ഗൈസ് നമ്മൾ റോട്ടുമലേക്ക് പോവുക. ഭയങ്കര റിസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. ട്രെയിന് വരുന്ന സൗണ്ടാണ്. അവിടെ ഗുഡ്സ് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗൈസ് റോട്ടുമേലെത്തി. ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടക്കുന്ന ടൈമിൽ നമ്മൾ വിചാരിച്ചു ഉപ്പിലിട്ട വാങ്ങിയാലോ. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഉപ്പിലിട്ട ഒരു പീടിക ഉണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പിലിട്ട വാങ്ങാൻ നിൽക്കുമ്പോൾ ഗൈസ് ബസ് വന്നിട്ടോ. ഇമ്മയും അനിയത്തിയാണെങ്കിൽ ബസ് കയറി. പിന്നാണെങ്കിൽ ആ ബസ് കുറച്ച് നേരം നിർത്തിയിട്ടേനു കേട്ടോ. അതിനോണ്ട് തന്നെ ഇമ്മയും അനിയത്തിയും വേഗം കയറി. ഞാനാണെങ്കിലും ഇപ്പം പോകുന്നുള്ളതിൽ ഗൈസ് വേഗം ഉപ്പിലിട്ട് വാങ്ങി അങ്ങോട്ട് ഓടി ബസ് കയറി. മാങ്ങയും പിന്നെ പേരക്കേനു കേട്ടോ വാങ്ങിയത്. മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഉപ്പിലിട്ടിട്ട് അടിപൊളിയാണ്. വലിയ പീസ് ചെയ്യുന്നു കേട്ടോ. പേരക്ക ഞാൻ ടേസ്റ്റ് ചെയ്തതിന് പേരക്കേനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയ മാങ്ങേനും. അങ്ങനെ അതൊക്കെ കഴിച്ച് മഴക്കാറും കണ്ട് ഇങ്ങനെ പോയി. അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ നേരെ ഫസ്റ്റ് പോയത് അക്ഷയയിലേനു കേട്ടോ. അനിയൻ്റെ ആധാർ എന്തോ റെഡിയാക്കാണ്ടേനു. അങ്ങനെ അതിന് വേണ്ടി അങ്ങനെ നമ്മൾ അക്ഷയ കയറി. പിന്നാണ് ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ടൈം നല്ല മഴയേനു. അങ്ങനെ നമ്മൾ ഉമ്മൻ്റെ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ ഉമ്മമ്മ ചെറുപയറൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. നല്ല ഹെൽത്തി ആയിട്ട്. പഞ്ചസാര വേണമെങ്കിൽ ഇടാം, ബാക്കി ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇത് കഴിച്ച് നമുക്ക് ചായക്ക്. പിന്നാണെങ്കിൽ മാങ്ങ മുറിച്ച് വെച്ചു നന്നിനും. അങ്ങനെ മാങ്ങയും പിന്നെ ഈ ചെറുപയർ പുഴുങ്ങിയതും ഒക്കെ അങ്ങോട്ട് കഴിക്കൽ തന്നെ ഇനി അടുത്ത പരിപാടി. പിന്നാണ് കഴിച്ച് ഈ ഒരു ഇത് നല്ല ചൂടുണ്ടായിരുന്നു. അതിനോണ്ട് തന്നെ ഫസ്റ്റ് വായിലിട്ടപ്പോൾ നല്ല വായ പൊള്ളിപ്പോയി ശരിക്കും പറഞ്ഞാൽ. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും കേട്ടോ കഴിക്കാൻ. പിന്നെ അടുത്തത് മാങ്ങയും കഴിച്ചു.
പിന്നെ ചായ കുടിച്ചപ്പോഴാണെങ്കിലോ നാവ് പൊള്ളിപ്പോയി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥയാണ് ഗൈസ്. അങ്ങനെ ചായയും ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ. ഞാനും ജനീത്തി സ്നാപ്പൊക്കെ എടുത്ത് പിന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പോവാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വന്നേനും. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു പീടികയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.